എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ട. ഞാനൊരു നല്ല പൊതുപ്രവർത്തകനാണോ? ഞാനൊരു നല്ല MLA ആണോ? ഞാൻ പാവങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ? ഞാൻ അഴിമതി നടത്തുന്നുണ്ടോ? ഞാൻ വർഗീയത പ്രചരിപ്പിക്കുന്നു? ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പ്രണയങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ പറഞ്ഞു. ഈ ഒരു മനുഷ്യൻ്റെ രാഷ്ട്രീയമാണ് നോക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയമാണ്. ഗണേഷ് കുമാർ എന്ന ജനപ്രതിനിധി ജനങ്ങളോട് എങ്ങനെ, ജനങ്ങൾക്ക് എന്തെല്ലാം ഉപകാരം ചെയ്തു? നാടിനെന്ത്, കേരളം എന്ന സംസ്ഥാനത്തിന് എന്ത് ഗുണം ചെയ്തു? മാതൃഭൂമി പത്രം നടത്തിയ സർവേയിൽ തന്നെ ഏറ്റവും മികച്ച മന്ത്രിയായിട്ട് എന്നെ തിരഞ്ഞെടുത്തത് ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം, ഞാൻ ചെയ്യുന്ന ജോലി, എൻ്റെ സത്യസന്ധതയുള്ള വിശ്വാസം. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത് അവൻ്റെ സത്യസന്ധതയും അവൻ്റെ അഴിമതിരഹിതമായ ഭരണവും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യലുമാണ്. മഹാന്മാരായ ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. അത് നമ്മൾ രാജീവ് ഗാന്ധി പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. വാജ്പേയിക്ക് ഉണ്ടായിരുന്നു. മാധവിക്കുട്ടി മരിക്കുന്നവരെയും പ്രണയിച്ചു. ചൂടുള്ള പ്രണയമാണ് ആവശ്യമെന്ന് ഏറ്റവും മലയാളം ബഹുമാനിക്കുന്ന മാധവിക്കുട്ടി, ആ അമ്മ കമലാ സുരയ്യ മരണം വരെയും പറയുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമാണ്. ഗണേഷ് കുമാറിന് പ്രണയം ഉണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിൽ മനസ്സിലാക്കൂ. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എൻ്റെ ആ ഒരു നിഷ്കളങ്കതയുണ്ട്. ഞാൻ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന നിഷ്കളങ്കതയുണ്ട്. അത് എന്നെ സഹായിക്കും. അത് മനുഷ്യത്വമാണ്. അത് ദൈവവിശ്വാസമാണ്. നമസ്കാരം. കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രം പരിശോധിക്കുമ്പോൾ അധികാരത്തിൽ വരുവാൻ വേണ്ടി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയനും KB ഗണേഷ് കുമാർ എന്ന KSRTC വകുപ്പ് മന്ത്രി, അതായത് പൊതുഗതാഗത വകുപ്പ് മന്ത്രിയും ചേർന്ന് ചില ചുറ്റിക്കളികൾ നടത്തിയ കാര്യങ്ങൾ ഒന്ന് പുറകിലേക്ക് സഞ്ചരിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തൊട്ടു മുൻപായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഗുരുതരമായ ചില ലൈംഗിക ആരോപണങ്ങളുമായി സോളാർ സരിത എന്നൊരു സ്ത്രീ പുറത്തു വരുന്നത്. സോളാർ സരിത എന്ന സ്ത്രീയെ രംഗത്തിറക്കിയത് KB ഗണേഷ് കുമാറാണ് എന്ന് മൺമറഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കുടുംബവും കേരളത്തിലെ പൊതുബോധവും ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. വാസ്തവം അത് തന്നെയാണ്. അധികാരത്തിൽ വരുവാൻ വേണ്ടി രാഷ്ട്രീയത്തിൽ എന്ത് നാറിയ കളിയും കളിക്കപ്പെടും എന്നുള്ളത് കേരളം കണ്ട് നടുങ്ങിത്തരിച്ചു നിന്ന നാളുകളായിരുന്നു അത്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയ ചരിത്രത്തിന് ഇത്രത്തോളം പാവാട രാഷ്ട്രീയങ്ങൾ ഒന്നും തന്നെ പരിചിതമായിരുന്നില്ല അക്കാലത്ത് നിന്നല്ല, അതിനു മുൻപും കേരളത്തിൽ ഇതുപോലുള്ള പാവാടം പൊക്കി കളിയുള്ള രാഷ്ട്രീയം ജനം കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടി നടത്തിയ പാവാട പൊക്കിക്കളിയുടെ രാഷ്ട്രീയമാണ് പിന്നീട് കേരളം കണ്ട് ഞെട്ടിത്തരിച്ചു നിന്നത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി പരാജയപ്പെടുന്നതും ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേൽക്കുന്നതുമാണ് നമ്മൾ കണ്ടത്. എന്നാൽ പിണറായി വിജയനോടൊപ്പം KSRTC വകുപ്പ് കൈകാര്യം ചെയ്ത് മന്ത്രി KB ഗണേഷ് കുമാറും ഉണ്ടായിരുന്നു. അധികാരം കിട്ടുന്നതിന് വേണ്ടി എന്ത് നാറിയ കളിയും രാഷ്ട്രീയത്തിൽ കളിക്കപ്പെടും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ പ്രയോഗിക്കപ്പെട്ട ലൈംഗിക അപവാദങ്ങൾ. പിന്നീട് എല്ലാ കോടതികളും ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ആ ആരോപണം അന്വേഷിക്കുകയും അതിൽ യാതൊരു തുമ്പുമില്ല, കെട്ടിച്ചമച്ച കേസാണെന്ന് കണ്ട് ഉമ്മൻചാണ്ടിയെ വെറുതെ വിടുകയും ചെയ്തു. അപ്പോഴേക്കും ഉമ്മൻചാണ്ടി അസുഖങ്ങളാൽ മൃതപ്രായനായി തീർന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. അധികാരം കിട്ടുന്നതിന് വേണ്ടി എന്ത് നാറിയ കളിയും കളിക്കുന്ന രീതിയിലേക്ക് കേരള രാഷ്ട്രീയ മലീമസമായി തീർന്നത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒരു 10 വർഷത്തിനപ്പുറം മാത്രമാണ് ഇത്തരം ഒരു ചരിത്രം രാഷ്ട്രീയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അതോടൊപ്പം തന്നെ KB ഗണേഷ് കുമാറിന്റെയും സോളാർ സരിതയുടെയും ഇന്നത്തെ മുഖ്യമന്ത്രിയായ ബഹുമാന്യനായ പിണറായി വിജയന്റെയും എല്ലാം പേരുകൾ പരാമർശിക്കപ്പെട്ടു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഇന്നിപ്പോൾ KB ഗണേഷ് കുമാറിന്റെ ഭാര്യ തന്നെ, അതായത് ഇപ്പോഴത്തെ ഭാര്യ ബിന്ദു തന്നെ KB ഗണേഷ് കുമാറിനെതിരെ അതീവ ഗുരുതരമായ ചില ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു. ആരോപണമല്ല, അത് അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. താൻ തന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. തന്റെ കയ്യിൽ ആ ദൃശ്യം പകർത്തിയ തെളിവുകൾ തന്റെ കയ്യിലുണ്ട്. അത് താൻ എവിടെ വേണമെങ്കിലും ബോധ്യപ്പെടുത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീലേഖ IPSന്റെ ബന്ധു കൂടിയായ KB ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു തന്നെ KB ഗണേഷ് കുമാറിനെതിരെ അതീവ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. എന്നാൽ KB ഗണേഷ് കുമാർ സ്വതസിദ്ധമായ ശൈലിയിൽ അതിനെ പുച്ഛിച്ചു തള്ളുന്ന രീതിയാണ് കണ്ടത്. മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആ വിഷയം നേരിട്ട് പരാമർശിക്കാതെ നിങ്ങളിൽ എല്ലാവർക്കും പ്രണയമുണ്ട്, എനിക്കും പ്രണയമുണ്ട്, ജവഹർലാൽ നെഹ്റുവിനും മാധവിക്കുട്ടിക്കുമെല്ലാം പ്രണയമുണ്ടായിരുന്നു, പേര് കേട്ട പ്രശസ്തരായ ആളുകൾക്ക് എല്ലാവർക്കും പ്രണയമുണ്ടായിരുന്നു, പ്രണയമില്ലെങ്കിൽ മനുഷ്യന്മാർ പൊട്ടന്മാരാണ്, അതുകൊണ്ട് ഞാനും പ്രണയിക്കുന്നു, 1000 പ്രണയമല്ല 5000-ലധികം പ്രണയവും പ്രണയിനികളും എനിക്കുണ്ട് എന്ന് തന്നെ KB ഗണേഷ് കുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് തനിക്കെതിരെ ഭാര്യ ബിന്ദു
തൊടുത്തുവിട്ട അസ്ത്രത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ചില നാടകങ്ങൾ കളിച്ചിരിക്കുന്നു. സ്വാഭാവികമായും നടനെന്ന രീതിയിൽ കെ.വി. ഗണേഷ് കുമാറിന് അതിനെ പ്രതിരോധിക്കാൻ തന്റെ നടന വൈഭവം കൊണ്ട് സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ബിന്ദുവിന്റെ വെളിപ്പെടുത്തലുകൾ കേട്ട കേരളം നടുങ്ങിത്തരിച്ച് മനസ്സിലാക്കുന്നത്. കെ.വി. ഗണേഷ് കുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രണയത്തെക്കുറിച്ചും തന്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് ആരും ചികഞ്ഞ് അന്വേഷിക്കേണ്ടതില്ല, ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ താൻ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി എന്നൊക്കെയാണ് കെ.വി. ഗണേഷ് കുമാർ പറയുന്നത്. കെ.വി. ഗണേഷ് കുമാറിനെതിരെ ഉയർന്നു വന്ന ഗുരുതരമായ ലൈംഗിക ആരോപണം, അതായത് ഭാര്യ ബിന്ദു ഉന്നയിച്ച ലൈംഗിക ആരോപണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രണയത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഈ ഒരു മനുഷ്യൻ്റെ രാഷ്ട്രീയമാണ് നോക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയമാണ്. ഗണേഷ് കുമാർ എന്ന ജനപ്രതിനിധി ജനങ്ങളോട് എങ്ങനെ, ജനങ്ങൾക്ക് എന്തെല്ലാം ഉപകാരം ചെയ്തു, നാടിനെന്ത്, കേരളം എന്ന സംസ്ഥാനത്തിന് എന്ത് ഗുണം ചെയ്തു. മാതൃഭൂമി പത്രം നടത്തിയ സർവേയിൽ തന്നെ ഏറ്റവും മികച്ച മന്ത്രിയായിട്ട് എന്നെ തിരഞ്ഞെടുത്തത് ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം, ഞാൻ ചെയ്യുന്ന ജോലി, എൻ്റെ സത്യസന്ധതയുള്ള വിശ്വാസം. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത് അവൻ്റെ സത്യസന്ധതയും അവൻ്റെ അഴിമതിരഹിതമായ ഭരണവും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യലുമാണ്. അല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങളെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നത്, പൈസ കൊടുത്ത് രാഷ്ട്രീയം, ഇവിടെ കോൺഗ്രസ് UDF നടത്തുന്ന ഒരു രാഷ്ട്രീയമാണത്. അതിനകത്ത് BJPയും പങ്കാളികളും. എല്ലാ രാഷ്ട്രീയമായി ഇത് ഒരു കാര്യം ഞാൻ പറയാം, പത്തനാപുരത്തെ നിയമമണ്ഡലത്തിൽ ഇത്തരം കഥകൾക്ക് യാതൊരു പ്രസക്തിയില്ല. 2001 ആരാണ് ഗണേഷ് കുമാർ എന്നറിയില്ല, വെറും സിനിമാ നടനും ബാലകൃഷ്ണപിള്ള സാറിൻ്റെ മോനാണെന്ന് മാത്രം അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ പത്തനാപുരത്ത് എൻ്റെ മത്സരിക്കുമ്പോൾ എന്നെപ്പറ്റി പറയാത്ത അസഭ്യമില്ല. അന്ന് എൻ്റെ ഭാര്യയായിരുന്ന സ്ത്രീ എന്നെപ്പറ്റി 25 പേജുള്ളൊരു പുസ്തകം അടിച്ച് തിരുവനന്തപുരം കുടുംബ കോടതി കൊടുത്തിട്ട് അത് ഈ വീടുകളിലെല്ലാം വിതരണം ചെയ്താണ്. ക്രൈം വാരിക ലക്ഷക്കണക്കിന് അടിച്ച് ഈ നാട് മുഴുവൻ വിതരണം. ഞാൻ 10,000 വോട്ടാണ് ജയിച്ചത്. വലിയ നേതാവായിരുന്ന രാജീവ് ഗാന്ധി മരിച്ച ചിതാഭസ്മവുമായി പ്രചരണം നടത്തിയപ്പോൾ 1800 വോട്ടിന് കൊടിക്കുന്ന് സുരേഷ് ലീഡ് ചെയ്ത ആര്യങ്കാവ് പഞ്ചായത്തിൽ 8 വോട്ടിന് എനിക്ക് ലീഡുണ്ടായിരുന്നു. അത് 1500 വോട്ട് കൊടിക്കുന്ന് സുരേഷിന് പുറകിലായിരുന്നു. അദ്ദേഹം ചിതാഭസ്മമായി വന്നപ്പോൾ LDFന് മുൻതൂക്കമല്ല ആര്യങ്കാവ് പഞ്ചായത്തിൽ അദ്ദേഹം 1800 വോട്ടിന് പുറകിലായിരുന്നു. പക്ഷേ ഞാൻ മത്സരിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥിയായി എനിക്ക് 8 വോട്ട് കൂടുതൽ കിട്ടിയതാണ്. അപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, ഇത് രാഷ്ട്രീയമല്ല, ഇത് കേരള ജനതയുടെ ഒരു ആവശ്യമുള്ള കാര്യമല്ല. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെയേ ഉള്ളൂ. മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്, അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. പ്രണയം ഉണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരായാൽ ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. നമ്മൾ രാജീവ് ഗാന്ധി പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു, വാജ്പേയിക്ക് ഉണ്ടായിരുന്നു. മാധവിക്കുട്ടി മരിക്കുന്നവരെയും പ്രണയിച്ചു. ചൂടുള്ള പ്രണയമാണ് ആവശ്യമെന്ന് ഏറ്റവും മലയാളം ബഹുമാനിക്കുന്ന മാധവിക്കുട്ടി, ആ അമ്മ കമലാസുരയ്യ മരണം വരെയും പറയുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമാണ്. ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിൽ മനസ്സിലാക്കൂ. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. ഇത് കുശുമ്പല്ലേ? അത് തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം ഒരാളെ തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ ഞാൻ അഴിമതിക്കാരനാണെന്ന് പറയാൻ പറ്റില്ല, കെടുകാര്യസ്ഥയുള്ളവനാണെന്ന് പറയില്ല, ഞാൻ ജനങ്ങളെ ദ്രോഹിച്ചു. ഇവിടെ ഈ നിൽക്കുന്ന ജനങ്ങൾ മുഴുവൻ എന്നെ സ്നേഹിക്കുന്നവരാണ്, എന്നെ അവരുടെ സഹോദരങ്ങളായിട്ട് കാണുന്നവരാണ്. അവരെ നിങ്ങൾ ഇവിടെ കുറേ നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ. ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കൂടെ നിൽക്കുന്നവരാണ് അവർ. ഒരുത്തന് രാഷ്ട്രീയത്തിൽ പാവപ്പെട്ടവൻ എന്ത് ചെയ്യുന്നു, പാവപ്പെട്ടനെന്നോ പണക്കാരനെന്നോ നാടിനെന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി പത്തനാപുരത്തുകാർക്കുണ്ട്. ഇതിനേക്കാളും വലുത് കഴിഞ്ഞ മുമ്പത്തെ ഇലക്ഷനിലുണ്ടായിരുന്നു. 2013 ഞാൻ രാജിവെച്ചതിന് ശേഷം വന്ന ഇലക്ഷനിൽ എനിക്ക് ഭൂരിപക്ഷം കൂടി. എൻ്റെ മകൻ എന്നോട് ചോദിച്ചു, അച്ഛന് ഭൂരിപക്ഷം കൂടിയല്ലോ എന്ന് ചോദിച്ചു. ഇത്രയൊക്കെ ബഹളം ഉണ്ടായിട്ട് 2013 എന്നെ രാജിവെപ്പിച്ചു, കള്ളം പറഞ്ഞ് രാജിവെപ്പിച്ചു. വീട്ടിനകത്ത് നിന്ന് തന്നെ, എനിക്കെപ്പോഴും വീട്ടിനകത്ത് നിന്ന് തന്നെയാണ് ശത്രുക്കൾ, വെളിയിൽ നിന്നാരും വരാറില്ല. ബഹുമാനായ VS അച്യുതാനന്ദൻ എല്ലാവരുടെയും അഴിമതി കണ്ടെത്തുന്ന അദ്ദേഹം പോലും ഞാൻ അഴിമതിക്കാരനല്ല എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരാൾ അഴിമതിക്കാരനല്ല, രാഷ്ട്രീയത്തിലാണ്. ഞാൻ വർഗീയവാദിയല്ല, ഞാൻ അഴിമതിക്കാരനല്ല, ഞാൻ ജനങ്ങളെ ദ്രോഹിക്കുന്നവനല്ല, KSRTC ജീവനക്കാരെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല. അവരൊന്നടങ്കം എൻ്റെ കൂടെ നിൽക്കണം. ഒരാൾ ഏറ്റവും മിടുക്കനാണെന്ന് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ്. അവർ പറയുന്നു ഗണേഷ് കുമാറാണ് ദി ബെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പം ഇന്നലെ പറഞ്ഞല്ലോ NSS എന്നെ പുറത്താക്കി എന്നല്ലായിരുന്നു വാർത്ത. എന്തായി? NSS എന്നെ പുറത്ത് എന്ത് പരാതി? അതിപ്പോ ഒരു സമുദായം വരുമ്പോൾ അതൊന്നും അല്ല, പുറത്താക്കി മാറ്റി കമ്മിറ്റി വിരിച്ചു വിട്ടു എന്നൊക്കെ ആയിരുന്നു. എന്ത്? അതൊക്കെ വെറുതെ പറയുന്നില്ല. ഇതൊക്കെ ഇലക്ഷൻ അടുത്തത് കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പാണ്. പിന്നെ NSSൽ റോഡിലിറങ്ങി ജാഥ നടത്താൻ നിങ്ങൾ മനസ്സിലാവും. NSSൽ റോഡിലിറങ്ങി പ്രതിഷേധ ജാഥ നടത്താൻ ആഹ്വാനം ചെയ്യാൻ ഒരേ ഒരാൾക്കേ അവകാശമുള്ളൂ, അത് NSSന്റെ ജനറൽ സെക്രട്ടറിക്കാണ്.
അല്ലാതെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനോ താലൂക്ക് യൂണിയൻ സെക്രട്ടറിക്കോ ഒന്നും ജനങ്ങളെ നായർ സമുദായത്തിൽപ്പെട്ടവരെ റോഡിൽ ഇറക്കി മുദ്രാവാക്യം വിളിക്കാൻ അനുവാദമില്ല. ശബരിമല വിഷയം വന്നപ്പോൾ ബഹുമാനപ്പെട്ട എൻഎസിൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം ഒരു ശരണം വിളിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തു. അത് കേരളത്തിലാകെ അലയടിച്ചു. എല്ലാ നായർ സമുദായങ്ങളും രാഷ്ട്രീയത്തിനപ്പുറമായി പങ്കെടുത്തു. അല്ലാതെ ഗണേഷ് കുമാറിനെതിരായിട്ട് ഇലക്ഷൻ എടുക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ജാഥ നടത്താനുള്ളതല്ല NSS ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുന്ന ആളാണെങ്കിലും ഞാൻ NSSൽ രാഷ്ട്രീയം കാണാറില്ല. അപ്പോൾ ആ രാഷ്ട്രീയം അതിനിടയിൽ കൂടെ എടുത്ത് മുതലെടുക്കാൻ ശ്രമിച്ചാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് NSSൻ്റെ നേതൃത്വം തീരുമാനിക്കും. പിന്നല്ലാതെ ആരാണ് പട്ടാഴിയിൽ ജാഥ നടത്തിയത്? BJPക്കാരില്ല, കമ്മ്യൂണിസ്റ്റുകാരില്ല, കേരള കോൺഗ്രസ്സുകാരില്ല, ആരുമില്ല. കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ പട്ടാഴിയിൽ ഇന്നലെ ജാഥ നടത്തിയെന്ന് പറയുന്നിടത്ത്. BJPയുടെ ഇവിടുത്തെ നേതാവ് എഴുതിയിട്ടുണ്ട് NSSനെ ഹൈജാക്ക് ചെയ്യാൻ നോക്കേണ്ട കോൺഗ്രസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതൊക്കെ നിങ്ങൾ കാണണം. ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇതുപോലുള്ള കുറച്ച് അലവലായിത്തരങ്ങൾ വരും. അത് ഞാൻ നേരത്തെ പ്രതീക്ഷിക്കുന്നതാണ്. എല്ലാ തവണയും ഉള്ളതാണ്. ആരാണ് എന്നെ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഞാൻ 2001 മത്സരിക്കുമ്പോൾ എനിക്കെതിരെ എന്തെല്ലാം അനാവശ്യം പറഞ്ഞു. പിന്നെ പ്രണയത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു അത്ഭുതകരമായ കാര്യമല്ല. ഗണേഷ് കുമാറിന് പ്രണയമുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഗണേഷ് കുമാറിനെ പ്രണയിക്കുന്നുണ്ട്. ഗണേഷ് കുമാർ പ്രണയം ഞാൻ മാധവക്കുട്ടി പറഞ്ഞതുപോലെയും പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞതുപോലെയും അവരൊക്കെ മഹാന്മാരാണല്ലോ. അസൂയ അതൊക്കെ കുശുമ്പ. നമ്മൾ എല്ലാവരും പ്രണയിക്കും. അപ്പോൾ ആർക്കും അസൂയ ഉണ്ടാവില്ല. പണ്ട് ഒരാളൊരു ബെൻസ് കാർ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അവർ ബെൻസ് കാർ വാങ്ങിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇടാ എല്ലാവരും വാങ്ങിക്കട്ടെ, അപ്പോൾ നമ്മൾ വാങ്ങിക്കാതെ ആൾക്കാർക്ക് ഒരു വിഷമം ഉണ്ടാവത്തില്ല, അസൂയ കാണത്തില്ലോ എന്ന്. ഇത് എല്ലാവരും പ്രണയിക്കും, അപ്പോൾ അസൂയ മാറും. അല്ല, അദ്ദേഹത്തിൻ്റെ അത്രയും അധപ്പതനമില്ല. അദ്ദേഹത്തിൻ്റെ അധപ്പതനത്തെക്കുറിച്ച് നിങ്ങളാണ് പറഞ്ഞത്, ഞാനല്ല. പറയാൻ യോഗ്യനായ ആൾ തന്നെയാണ്, വളരെ യോഗ്യനാണ്. അദ്ദേഹം യോഗ്യനാണെന്ന് തെളിയിച്ചു. അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അനുദിനം. ഇനി ആരൊക്കെ വരാൻ പോകുന്ന അറിയത്തില്ല. ഏതായാലും ഞാൻ അദ്ദേഹം ചെയ്ത കണക്കുള്ള പണിയെന്നും പറഞ്ഞ് ആരും വന്നിട്ടില്ലല്ലോ. ഇന്നും അങ്ങനെയല്ലേ? എടുത്തു നോക്കൂ. വീട്ടിനകത്ത് ശത്രു ഉണ്ടായിരുന്നല്ലോ പണ്ടും. വീട്ടിൽ നിന്നാണല്ലോ. അല്ലാതെ എന്നെ എന്നാണ് ജനങ്ങൾ എതിർത്തത്? എന്നെ എന്നാണ് അപ്പുറത്തുനിന്ന് നിയന്ത്രണത്തിൽ വരും. ചില ആളുകളുടെ നിയന്ത്രണത്തിൽ വരുമ്പോൾ ചട്ടുകമായി മാറും ചില ആളുകൾ. അത് നമ്മൾ അപ്പോഴും വന്നേ. അപ്പോൾ അതെവിടെ നിന്ന് വന്നു? വെളിയിൽ നിന്ന് വന്നു. ആ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല. കേരളത്തിൽ എന്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ടെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചത്. പക്ഷെ എന്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ല. ഒരു സിവിൽ കേസാണ് എന്റെ പേരിൽ കൊടുത്തിരിക്കുന്നത്. അല്ല, ഞാൻ ആരെയും അവിശ്വസിക്കാറില്ല. കാരണം എന്താ, ഞാൻ എല്ലാവരോടും ഫ്രീ ആയിട്ട് ഇടപെടും. പിന്നെ ഇത് നിങ്ങൾ കണ്ടോളൂ, എന്റെ ആ ഒരു നിഷ്കളങ്കതയുണ്ട്. ഞാൻ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന നിഷ്കളങ്കതയുണ്ട്. അത് എന്നെ സഹായിക്കും. അത് മനുഷ്യത്വമാണ്, അത് ദൈവവിശ്വാസമാണ്. ഒന്നും ബാധിക്കില്ല. വെറുതെ പറയുന്നവർക്ക് ചീത്തയാവാന്നുള്ളതല്ല. അത് ഈ നിൽക്കുന്ന സഹോദരിമാര് ഇവരാരെങ്കിലും എന്നെ പറ്റി അനാവശ്യം പറഞ്ഞാൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ അവരോട് ചോദിക്കുക. ഇവരെല്ലാം സ്ത്രീകളാണ് നിൽക്കുന്നത്. ആരായി ശ്രീലേഖ? അവർക്ക് കുശുമ്പ് കൊണ്ട് നടക്കില്ലേ? അവരെ മേയറാക്കാതെ രാജേഷിനെ മേയറാക്കിയതിന് കുശുമ്പ് കൊണ്ട് പിണങ്ങി വീട്ടിയിരിക്കുന്ന MLA അടിച്ചിറക്കി എനിക്ക് അങ്ങനെ അറിയാം. അവർ BJPക്കാരിയാണ്, അവർ BJPക്കാരിയാണ്, ഞാൻ LDFകാരനാണ്, കേരള കോൺഗ്രസ്സുകാരനാണ്. ആർക്കും വിളിച്ചുകൂടെ? വട്ടുമൂത്താൽ ആർക്കും പറയാം. ഞാൻ വിളിക്കട്ടെ 112. ഈ പത്രത്തിൽ വന്ന വാർത്തകൾ ആരോപണങ്ങളായി മാത്രം അതങ്ങ് തള്ളിക്കളയുകയാണ്. അതിനകത്ത് ആരോപണമാണെങ്കിലും ശരിയാണെങ്കിലും തള്ളിക്കളയുന്നു. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ട. ഞാനൊരു നല്ല പൊതുപ്രവർത്തകനാണോ? ഞാനൊരു നല്ല MLA ആണോ? ഞാൻ പാവങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ? ഞാൻ അഴിമതി നടത്തുന്നുണ്ടോ? ഞാൻ വർഗീയത പ്രചരിപ്പിക്കുന്നു? ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പ്രണയങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ പറഞ്ഞുതരാം. ഭൂരിപക്ഷം കൂടും. ഇതെനിക്ക് ഭൂരിപക്ഷം കൂട്ടലുണ്ടാക്കി തരും. കാരണം വെച്ചാൽ ഇവനെ ഇനിയും തുടങ്ങിയോ, പഴയതുപോലെ ഇലക്ഷൻ എടുത്തപ്പോൾ ഇവനെതിരെ ഇനിയും തുടങ്ങിയോ എന്നുള്ള ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇതെനിക്ക് ഈ നിൽക്കുന്ന സഹോദരിമാർ എനിക്ക് കൂടുതൽ വോട്ട് ചെയ്യും. ഞാൻ ഉറപ്പിച്ചു പറയാം. അവർ പറയട്ടെ, അവർ ചോദിച്ചു നോക്ക്. അവരെനിക്ക് വോട്ട് ചെയ്യും. പാവങ്ങളാണ്, ഞാൻ ജയിക്കും. വൻ ഭൂരിപക്ഷം ജയിക്കും. ഈ സഹോദരിമാരോട് ഉള്ളിടത്തോളം കാലം എന്നെ തോപ്പിക്കാൻ നോക്കില്ല. അത് കൈവച്ചിരുന്നാൽ മതി. അതിനെ അവരെ വെറുപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഇത്തരം കഥ ഇറക്കുന്നെങ്കിൽ കൈവച്ചിരുന്നാൽ മതി. എനിക്കതിലൊന്നും ഒരു ഭയമില്ല. പിന്നെ വ്യക്തിപരമായ കാര്യം, വീട്ടിനകത്തുള്ള കാര്യം മാധ്യമങ്ങളോട് പറയേണ്ടതില്ല എന്ന് ഞാൻ കരുതി. പക്ഷെ നിങ്ങളുടെ എനിക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. കേരളത്തിലെ ജനതയോട് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. പ്രണയം ഒരു കുറ്റമല്ല. നിങ്ങളിൽ എല്ലാവർക്കും പ്രണയമുണ്ട്. എന്നെ കേൾക്കുന്നവർക്കുണ്ട്. ചിലർ ഒളിച്ചു വയ്ക്കുന്നു, പരസ്യമായി പറയുന്നു. അത് സോഷ്യൽ മീഡിയയിൽ ഞാൻ മമ്മൂട്ടിയെ വിട്ടോ, മോഹൻലാലിനെ വിട്ടോ, മഹാത്മാഗാന്ധിയെ വിടുന്നില്ല. പിന്നാന്നോ പാവപ്പെട്ട എന്നെ? മഹാത്മാഗാന്ധിയെ വിടുന്നില്ല, പാവപ്പെട്ട എന്നെ വിടുവോ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിനെ പിടിച്ചുകൂടെ?